ആണ്. NHS സ്കോട്ട്ലൻഡിലേക്ക് ഇൻ്റർനാഷണൽ നഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അവർ. ജോബ് വാക്കൻസീസ് സ്കോട്ട്ലൻഡിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇന്നാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നാളെയാണ് അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റും കാണിക്കുന്നത്. നാളെ മിഡ് നൈറ്റ് വരെ ക്ലോസിംഗ് ഡേറ്റ് ഉണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ് ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് ഒരു പോസ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. പക്ഷേ സംഭവം നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാം. നിങ്ങൾക്ക് NMC പിന്നിൻ്റെയോ കാര്യങ്ങളൊന്നും വേണ്ട. NHS സ്കോട്ട്ലൻഡ് തന്നെ നിങ്ങൾക്ക് ഓസ്കിയുടെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്ത് തരും. സോ NHS സ്കോട്ട്ലൻഡിൻ്റെ വെബ്സൈറ്റിലോട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ NHS സ്കോട്ട്ലൻഡിൻ്റെ വെബ്സൈറ്റിലാണ് ഉള്ളത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലും യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ബയോയിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം. ഇതാണ് റെഫറൻസ് നമ്പർ 229787 പ്രീ രജിസ്ട്രേഷൻ ഇൻ്റർനാഷണൽ നഴ്സ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ജോബ് റെഫറൻസും സാലറി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ ബെൽഫോർഡ് ഹോസ്പിറ്റലാണ്. പിന്നെ അവേഴ്സ് പെർ വീക്കൊക്കെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇതിനകത്ത്, പക്ഷേ തൊട്ട് താഴെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ജോബ് പോസ്റ്റ് ഡേറ്റ് 14/10/2025 ആണ്. ആൻഡ് ജോബ് ക്ലോസിംഗ് ഡേറ്റ് 15/10/2025 ആണ് കാണിക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞ എക്സാക്ട്ലി. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് കമ്പൈൻഡ് അസസ്മെൻറ്റ് യൂണിറ്റ് ആണെന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇതിൽ പ്രീ രജിസ്ട്രേഷൻ ഇൻ്റർനാഷണൽ നഴ്സസ് ആണ്. ഇതിൽ ക്ലിയർ ആയിട്ട് എല്ലാം പറയുന്നുണ്ട് ബാൻ 5 ആയിട്ട്. പക്ഷേ നിങ്ങൾ കമൻസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ. ബാൻ 4 ആയിട്ട് നിങ്ങളെ കൊണ്ടുപോവാണ്. ലൈക്ക് ഇവിടെ വന്ന് ഓസ്കി എടുത്തതിന് ശേഷം നിങ്ങൾ ബാൻ 5 ആയിട്ട് മാറും. ഓക്കെ, അതാണ് സംഭവം. 37 hours per വീക്കാണ് പറയുന്നത്. വേരിയസ് കോൺട്രാ പേസസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇതിനകത്ത് പറയുന്നുണ്ട് സീക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ്റർനാഷണൽ നഴ്സസ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അക്യൂട്ട് ജനറൽ മെഡിസിൻ ഫ്രം ഔട്ട്സൈഡ് ഓഫ് ദി യുണൈറ്റഡ് കിങ്ഡം ആണ് ഹു റിക്വയർഡ് ടു സിറ്റ് and pass their OSCE exam and obtain full NMC registration എന്നാണ് പറയുന്നത്. ദിസ് പോസ്റ്റ് ഈസ് നോട്ട് ഓപ്പൺ ടു കാൻഡിഡേറ്റ്സ് ഹു ഓൾറെഡി ഹോൾഡ് ഫുൾ NMC registration. ഓക്കെ, അപ്പോൾ ഇപ്പം NMC പിന്നുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓൾറെഡി പ്രീ രജിസ്ട്രേഷൻ ഫോർ എക്സാമ്പിൾ ഇൻ്റർനാഷണലി ആയിട്ടുള്ള നഴ്സസ് OET കഴിഞ്ഞു, CBT കഴിഞ്ഞ് നിൽക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാം. യാതൊരു കുഴപ്പമില്ല. പക്ഷേ എത്രയും വേഗം കൊടുക്കുക. ഞാൻ ഇന്ന് ഈവനിങ്ങിലാണ് ഇത് കാണുന്നത്. ലേറ്റായിട്ടാണ് അറിയുന്നത് ഇതിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ടാണെങ്കിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ UK 10:45 സമയം. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് കാണാനും കാര്യം നാളെ രാത്രി വരെ എന്തായാലും മിഡ് നൈറ്റ് വരെ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് കമ്പൈൻഡ് അസസ്മെൻറ്റ് യൂണിറ്റിനാണ്. ഹാസ് 17 അസസ്മെൻറ്റ് ബെഡ്സ് ഉണ്ട്, 2 ജനറൽ STU ബെഡ്സ് ഉണ്ട്. യു ആർ റിക്വയർഡ് ടു ഹാവ് സക്സസ്ഫുള്ളി അണ്ടർടേക്കൻ ടെസ്റ്റ് ഓഫ് കോമ്പീറ്റൻസ് CBT കാര്യം പറയുന്നുണ്ട്. ആൻഡ് മീറ്റ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് റിക്വയർഡ് ഓഫ് യുവർ NMC ആപ്ലിക്കേഷൻ പ്രയർ ടു യുവർ ആപ്ലിക്കേഷൻ ഓഫ് പ്രാക്ടീസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. നമ്മുടെ UK റിക്വയർഡ് സ്കോർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ പാർട്ട് ഓഫ് ദിസ് എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി വി വിൽ സപ്പോർട്ട് യു ത്രൂ എ ഫുള്ളി ഫണ്ടഡ് ഇൻ ഹൗസ് പേഴ്സൺ സെൻറ്റർഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ടു പ്രിപ്പയർ യുവർ NMC ടെസ്റ്റ് ഓഫ് കോമ്പീറ്റൻസ് പാർട്ട് 2 OSCE കേട്ടോ. NMC രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ തന്നെ നിങ്ങൾക്ക് OSCEയുടെ സെഷൻസും ക്ലാസ്സസും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയിട്ട് അതെല്ലാം എടുത്ത് പറയേണ്ടതിനകത്ത്. പിന്നെ യു വിൽ ഹാവ് റെലവൻറ്റ് ആൻഡ് കറണ്ട് എക്സ്പീരിയൻസ് ഇൻ അക്യൂട്ട് കെയർ അല്ലെങ്കിൽ മെഡിക്കൽ സർജിക്കൽ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് എക്സാക്ട്ലി എന്താ ആപ്ലിക്കേഷൻ ഫ്രം ന്യൂലി ക്വാളിഫൈഡ് നഴ്സസ് വിൽ ബി വെൽക്കം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ന്യൂലി ക്വാളിഫൈഡ് നഴ്സസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രിസെപ്റ്റർ ഉണ്ടായിരിക്കും ഫസ്റ്റ് ഇയറിലേക്ക്, അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ഇൻ്റർവ്യൂ നിങ്ങൾ സക്സസ്ഫുൾ ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാൻ 4 ആയിട്ട് നിങ്ങൾ കിട്ടും. ആൻഡ് OSCE കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ബാൻ 5 ആയിട്ട് നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നത് എന്തായാലും കേട്ടോ. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ പൊസിഷൻ മേ ക്ലോസ് ഏർലി. അതായത് നാളെ പോലും ചിലപ്പം നേരത്തെ കൂടുതൽ നേരം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കറിയാം നമ്മൾ പെട്ടെന്നൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എത്രയും വേഗമാണ് ആപ്ലിക്കേഷൻസ് ആൾക്കാർ കൊടുക്കുന്നത്. ഇപ്പം ഓൾറെഡി NMC പിൻ കിട്ടിയിട്ടുള്ള 500-600 ആപ്ലിക്കേഷൻസ് ആണ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ആണ് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യുന്ന ആപ്ലിക്കേഷനും ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും വേണ്ടിയിട്ട്. അതിൽ തന്നെ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഊഹിക്കാം. പക്ഷേ ഇതിനകത്ത് പിൻ നമ്പർ കിട്ടിയിട്ടുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. OET CBT കഴിഞ്ഞ് OSCE പെൻഡിങ് ആയിട്ട് നിൽക്കുന്നവരും എന്തെന്ന് ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുക്കാം കേട്ടോ. അഡീഷണൽ ഇൻഫർമേഷൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വെബ്സൈറ്റിനകത്ത് അവർ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും സംഭവമെല്ലാം ഞാനിത് സ്വന്തമായിട്ട് ലോഗിൻ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് നോക്കിയതാണ്. ഇപ്പോഴും അത് ആപ്ലിക്കേഷൻ ലൈവ് തന്നെയാണ്, ക്ലോസ് ചെയ്തിട്ടില്ല. എന്തായാലും ഇൻസ്റ്റാഗ്രാമിനകത്ത് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്തായാലും ഫർദർ ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ അറിയിക്കാം, അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് അറിയിക്കാം. പക്ഷേ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ ഒരു കാര്യത്തിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻസ് എത്രയും വേഗം കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക കേട്ടോ. NHS സ്കോട്ട്ലൻഡ് വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. apply.jobs.scot.nhs.uk കേട്ടോ. ഇതാണ് വെബ്സൈറ്റ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ റെഫറൻസ് നമ്പർ അടക്കം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. എന്നിട്ട് എത്രയും വേഗം എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഫില്ലിൻ ചെയ്യുക.
ബാക്കി ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുക, ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. ഫർദർ ഇതേപോലത്തെ അപ്ഡേറ്റ്സിനും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ഇതിന് എലിജിബിൾ ആണെന്ന് തോന്നുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.